മത്തിയൊക്കെ ഒരുപാട് കിട്ടുന്ന സമയമാണല്ലോ. അപ്പോൾ മത്തി കൊണ്ടുള്ള ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ അമ്മ ഉണ്ടാക്കുന്നതായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുറച്ച് മത്തി എടുത്തിട്ടുണ്ട്. ആ മത്തി കഴുകി വൃത്തിയാക്കി രണ്ടായിട്ട് മുറിച്ച് വയ്ക്കുക. ഇനി കുറച്ച് വറ്റൽമുളക് വറുത്തെടുക്കാം. ഇനി കുറച്ച് തേങ്ങ, ചുവന്നുള്ളി, കറിവേപ്പില, ഉപ്പ്, പുളി ഇത്രയിട്ട് ഒന്ന് വറുക്കാം. ഈ മുളക് കഷ്ണങ്ങളും കൂടി അതിനകത്തോട്ട് മുറിച്ചിടാം. കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കാം. ഒരു നിറം കിട്ടുന്നതിനായിട്ടാണ് കുറച്ച് മുളക് പൊടി ചേർത്തത്. ഇനി തണുത്ത ശേഷം മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിനകത്തേക്ക് മത്തി കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് കുറച്ച് വാഴയില വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയ മത്തി കഷ്ണങ്ങൾ നമുക്ക് വേറൊരു വാഴയിലയിൽ പൊതിഞ്ഞ് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു പാത്രം മേളിൽ വെച്ചിട്ട് ഇതുപോലെ വെയിറ്റ് വെച്ച് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്ത വശം ഇതുപോലെ അടച്ചു വെച്ചിട്ട് വെയിറ്റ് വെച്ച് കൊടുക്കുക. അപ്പം തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. പൊട്ടിപ്പോകാതെ എടുത്തു മാറ്റുക. നമുക്ക് പതുക്കെ തുറന്ന് നോക്കാം. മത്തി അടവറുത്തത് തയ്യാറായി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണിത്. 1-2 ദിവസമൊക്കെ ഇത് കേടാവാതെ ഇരുന്നോളും. അപ്പം എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.